നമസ്കാരം. ഇന്ന് ഷാ പ്രൊഡക്ഷൻ എന്ന പേരിൽ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. ഫവാസ് ഷാജു അതിന്റെ പ്രൊഡ്യൂസേഴ്സ്. സിനിമ എപ്പോഴും ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് ഒരു ഡയറക്ടറാണ് ഞാൻ ഇഷ്ടമായിട്ട് തോന്നുമെങ്കിലും ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് തന്നെയാണ് ഒരു സിനിമ. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഒരാളെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ എല്ലാവരും അനുഭവിക്കേണ്ട ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ടുള്ള ഒരു സംഭവത്തെ ഒരാളുടെ വിശ്വാസത്തിൽ, ഈ സിനിമ എന്ന പാഷന് വേണ്ടി ഒരാളുടെ വിശ്വസിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, അത് ചെറിയ മോഡൊന്നുമല്ല, കോടിമാണല്ലോ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോ ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ അടിത്തറ എന്ന് വിശ്വസിച്ച ആളാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ നന്ദിയുണ്ട്. സലാമൊക്കെ പറഞ്ഞ പോലെ ഒരു കല്യാണം നടക്കും പോലെയാണ്. കല്യാണത്തിന് എല്ലാവരും എത്തിച്ചേരും, എല്ലാവരും ആശീർവാദമൊക്കെ ഉണ്ടാവും. പക്ഷെ അതെങ്ങനെ എത്തിച്ചേരണം എന്നുള്ളത് ഈ പറഞ്ഞ ചെറുക്കനെ പോലെ ഞങ്ങൾ പ്രൊഡ്യൂസറുള്ള പങ്കെടുത്ത ആൾക്കാരുടെ ഇതാണ്. ഇത് നല്ലൊരു സിനിമയായിരിക്കും എന്നാണ് വിശ്വാസം. ഈ പറഞ്ഞ സിനിമയുടെ അവസാനമാണ് എല്ലാം സംഭവിക്കുന്നത്. വെറുതെ ഭയങ്കരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല, വെറുതെ കുറച്ചിട്ടും കാര്യമില്ല. നന്നാവും എന്നൊരു വിശ്വാസത്തിലാണ്. എല്ലാവരുടെ അനുഗ്രഹം വേണം. പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ സലാമിക്കയോട് വളരെ ഈ പറഞ്ഞ ഉള്ളിൽ നിന്ന് തട്ടിയ ഒരു നന്ദിയുണ്ട്. പിന്നെ ഫവാസ് ഷാജു, ഷാ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ആദ്യത്തെ സിനിമയാണ്. നമ്മളെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സലാമൊക്കെ പറഞ്ഞു, പ്രൊഡ്യൂസറുടെ ഒരു ആയുസിന്റെ അധ്വാനമാണ് സിനിമ. നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ദൈവത്തെ പോലത്തെ ഒരാളാണ്. നമ്മുടെ സംവിധായകൻ, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലത്തെ ഒരാളാണ്. കാരണം അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ അനുഭവിക്കേണ്ടതും അത് നന്നായാലും ചീത്തയായാലും അനുഭവിക്കേണ്ട ഒരു വ്യക്തി പ്രൊഡ്യൂസറാണ്. അപ്പോൾ അവരടുത്ത് എന്നെ ഈ ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വീണ്ടും നന്ദി അറിയിച്ചു. സാർ ഒരു മിനിറ്റ്, ഇപ്പോൾ നമുക്ക് റൂബി എന്ന സിനിമയെ കുറിച്ച് എന്താണ് ഒരു വൺ ലൈൻ ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് മീഡിയ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഒരു വൺ ലൈൻ, എന്ത് തരത്തിലുള്ള മൂവിയാണ്, എങ്ങനെയാണ് ഇതിന്റെ ഒരു കഥ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഒരു വൺ ലൈൻ ആയിട്ട്. ഇതൊരു ത്രില്ലർ, ഒരു ക്രൈം സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും നമുക്ക് വിവരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് സ്വാർത്ഥതകളുടെ കഥയാണ്. സ്വാർത്ഥതയാണ്, നമ്മളെല്ലാവരും സ്വാർത്ഥന്മാരാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കഥയാണ്. എല്ലാവർക്കും നമസ്കാരം. സലാംക്ക പറഞ്ഞ പോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടാണ് നന്ദി പറയുന്നു. പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇത് തന്നെ വിളിക്കുമ്പോൾ ഞാനും സലാംക്കയുടെ പേര് കേട്ടിട്ട് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്. സാർ അല്ലെന്ന് പറഞ്ഞ പോലും, കാരണം സാർ അത്ര വളരെ റെയർ ആയിട്ട് സിനിമകൾ ചെയ്യുന്നു. അപ്പം എല്ലാം ക്വാളിറ്റി നോക്കി ചെയ്ത സിനിമകളാണ് സാറിന്റെ അടുത്ത് നോക്കിയാൽ തന്നെ. അപ്പൊ സാർ ഇത് നോക്കി പറഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ പുതിയതായിട്ട് ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുന്നതിന്റെ പുറകിൽ അത്രയും നല്ല കഥ ആയതുകൊണ്ട് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഞാനും കഥ കേട്ടത്. കഥ കേട്ടപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റോറിയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും ഫീമെയിൽസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകി വരുന്ന ഒരു കാലഘട്ടമാണ് സിനിമ രംഗത്ത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം ഫീമെയിലിന്, അതായത് ഫീമെയിൽ ഓറിയന്റഡ് തന്നെ പറയാം, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു സിനിമയും കൂടിയാണ്.